ഗൈസ് ഇന്ന് വന്നിട്ടുള്ളൊരു വാർത്തയാണല്ലോ. ഇപ്പോൾ ഇവാൻ വുക്കോമനോവിച്ച് ഒരു പക്ഷേ ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്കൊക്കെ എത്തിയേക്കാം. അപ്പോൾ ഷൈജു ദാമോദരൻ്റെ ഒരു വീഡിയോയിലാണ് ഇത് പരാമർശിച്ചിരിക്കുന്നത്. പുള്ളിക്ക് ഇവാനുമൊക്കെയായിട്ട് കണക്ഷൻസ് ഉള്ള ഒരാളാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇവാൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ അങ്ങനെ പോസിബിലിറ്റി എന്ന നിലയ്ക്കൊന്നും അല്ല സംസാരിക്കുന്നത്. ഇവാൻ വന്നു കഴിഞ്ഞാൽ അല്ലെ അത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു കോച്ചായിട്ട് വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം മികച്ചതായിരിക്കും. അപ്പോൾ ഒരുപാട് കേരളത്തെയൊക്കെ അല്ലെങ്കിൽ KBFCയുടെ ഫാൻസൊക്കെ എക്സൈറ്റഡ് ആണ് എന്നുള്ളതൊക്കെ അറിയാം. സോ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാർക്കസിൻ്റെയൊക്കെ ട്വീറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനോലയുടെ ഒരു തീരുമാനമൊക്കെ പോലിരിക്കും. അദ്ദേഹം പോകുന്നോ എന്നൊക്കെയുള്ള കാര്യത്തിൽ പോലും ഇതുവരെ ഒരു കൺഫർമേഷൻ ഒഫീഷ്യലി വന്നിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ഫിഫ കലണ്ടറിന് മാസങ്ങൾ ഒക്കെ മുൻപിലുണ്ട്. അപ്പം പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്കൊക്കെ പോകുമോ, ആദ്യം ഇൻ്റർവ്യൂസിനായിട്ട് ആളുകളെ ക്ഷണിക്കണം, അതിൽ നിന്നൊക്കെ ആയിരിക്കും ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുക തരത്തിലാണ് മാർക്കസിൻ്റെയൊക്കെ ഒരു ട്വീറ്റ് വരുന്നത്. എനിവേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു റൂമർ ബേസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം സംസാരിക്കാനല്ല നമ്മൾ വന്നത്. ഇവാൻ എന്ന് പറയുന്ന ഒരു കോച്ച് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് എക്സൈറ്റഡ് ആണ്, ഇത് പൊളിക്കും എന്നൊക്കെയുള്ള തരത്തിൽ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. അപ്പം ശരിക്കും പൊളിക്കുമോ എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മനോല വന്നപ്പോഴും ഒരുപാട് പേര് എക്സൈറ്റഡ് ആണ്. ഇപ്പം ഞാനും എക്സൈറ്റഡ് ആയിരുന്നു. ISL അദ്ദേഹത്തിന് സക്സസ് ഉണ്ട്. ഇന്ത്യൻ പ്ലെയേഴ്സിനെ യങ്സ്റ്റേഴ്സിനെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിശീലനം തന്നെയാണ് ഇദ്ദേഹം എന്ന് പറയുന്നൊരു ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ മനോലയും ഇപ്പോൾ ഇവാനും തമ്മിലൊരു വ്യത്യാസം, മനോല കുറച്ചും കൂടി ഡിമാൻഡിങ് ആണ്. അപ്പോൾ അത് പ്ലെയേഴ്സിൻ്റെ അടുത്താണെങ്കിലും മാനേജ്മെൻറ്റ് സൈഡിലാണെങ്കിലും ഒക്കെ, അത് ക്ലബ്സിൻ്റെ കാര്യത്തിലെടുത്താലും നാഷണൽ ടീമിൻ്റെ കാര്യത്തിലൊക്കെ എടുത്താലും. പക്ഷേ നാഷണൽ ടീമിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. നമുക്ക് ആ ഒരു ഡിമാൻഡിങ് പവറിൻ്റെയൊക്കെ ഒരു രീതിയിൽ ഔട്ട്പുട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സൗമ്യനാണ്. അങ്ങനെ എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളോ, അദ്ദേഹം സാഹചര്യങ്ങൾ എങ്ങനെയാണോ അതിനോട് പൊരുത്തപ്പെടാൻ റെഡിയായിട്ടുള്ള ഒരു കോച്ചായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ സാഹചര്യങ്ങൾ മോശമായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റിയതും ക്ലബിൻ്റെ ഒരു ലോങ് ടേം വിഷൻ കൊണ്ടൊന്നുമല്ല. ഇവാൻ എന്ന് പറയുന്നൊരു വ്യക്തിത്വത്തിൻ്റെ മികവാണ് നമ്മളെ അറ്റ്ലീസ്റ്റ് പ്ലേ ഓഫ് എന്ന് പറയുന്നൊരു സ്റ്റേജിലേക്കൊക്കെ നിലനിർത്താനെങ്കിലും കാരണമായത് എന്നുള്ളത്. അപ്പം ആ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ ടീമിൻ്റെ ഒരു പരിശീലന സ്ഥാനത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഇവിടെ റിസോഴ്സസ് കുറവാണ്, ഒരുപാട് അധികം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ ആ തരത്തിൽ ഫെഡറേഷനൊക്കെ മേയിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പരിശീലകനാകാനുള്ള സാധ്യതകളുണ്ട്. മനോല അങ്ങനെയല്ല. കാരണം പുള്ളി എപ്പോഴും ഡിമാൻഡ് ചെയ്യും, പുള്ളി കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറയുന്നൊരു പരിശീലകനാണ്. പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ISL പോലെ ഒരു കോച്ചിന് വന്ന് സക്സസ്ഫുൾ ആകാനായിട്ടുള്ള ഒരു മേഖലയല്ല നാഷണൽ ടീം. ഇപ്പോൾ ISL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബെഞ്ച് ഓഫ് പ്ലേയേഴ്സും നല്ലൊരു സാഹചര്യങ്ങളും ഒക്കെ ആണുള്ളതെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ലെവലിലേക്ക് എത്താം. പക്ഷേ നാഷണൽ ടീമിൽ അത് പറ്റില്ല. കാരണം ISL കോമ്പീറ്റ് ചെയ്യുന്നത് വലിയ ക്വാളിറ്റി ഡിഫറൻസ് ഇല്ലാത്ത ISL മറ്റ് ക്ലബ്ബുകളോടാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് പോകുമ്പോൾ ഇന്ത്യ കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് ഇപ്പം ഏഷ്യൻ ലെവലിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ടീമുകളൊക്കെ ആയിട്ടാണ്. അപ്പം ആ ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യം എൻ്റയർലി ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ സമീപകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഒരു കോച്ച് എന്ന നിലയിൽ ആർക്കും ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ മനോല ISL വലിയ സക്സസ്ഫുൾ ആയിട്ടൊരു കോച്ചെന്ന് പറഞ്ഞെത്തുമ്പോൾ 1 വർഷം കഴിയുന്നു, ഇപ്പോൾ ആ ഒരു ജോലിയിലേക്ക് എത്തുന്നു, 1 വർഷം ആകാൻ പോകുന്നു. പക്ഷേ നമുക്കറിയാമല്ലോ അവസ്ഥ എന്താണെന്നുള്ളത്. ഈ ഷൈജു ദാമോദരൻ്റെ ആ ഒരു വീഡിയോയിലൊക്കെ പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഇവാനാണെങ്കിൽ ഒരു ന്യൂ ടീം എന്ന് പറയുന്നൊരു പരിപാടി കൊണ്ടുവരുന്നത്, അതായത് യങ്സ്റ്റേഴ്സിനെയൊക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നൊരു പരിപാടി, സീനിയർ താപ്പാനകളെയൊക്കെ ഒഴിവാക്കിയിട്ടുള്ളൊരു പദ്ധതി എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് സീനിയർ താപ്പാനകളെ ഒഴിവാക്കണം. കാരണം ഇപ്പോൾ പറഞ്ഞാൽ ഓൾഡ് സ്കൂൾ ടൈപ്പ് ഫുട്ബോളൊന്നും നിലവിൽ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ വർക്കാകാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം നമുക്ക് മാറ്റങ്ങൾ വളരെ അനിവാര്യമാണ്. അപ്പം അതുപോലെ ആറ്റിറ്റ്യൂഡ് വൈസാണെങ്കിലും എല്ലാം ഒരു പുതിയൊരു ടീമിനെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിലേക്കാണുള്ളത്. ഇപ്പം മനോല വന്നപ്പോഴാണെങ്കിൽ കൂടിയും വലിയ തോതിലുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം വിരമിച്ചിട്ടുള്ള ഛേത്രിയെ പോലും തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണല്ലോ വന്നത്. അപ്പം അദ്ദേഹം പുതിയ പരീക്ഷണങ്ങൾക്കൊന്നും റെഡിയാകാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ പരിശീലകൻ തന്നെ വരണം എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സാഹചര്യങ്ങൾ അറിയാവുന്ന, ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ അറിയാവുന്ന, പറഞ്ഞ പോലെ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സംഭവം, ഒരു വികാരമുള്ളിലുള്ള അതൊരു ഫാക്ടറാണ്. നമ്മളത് എത്രത്തെ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. അത് ചിലപ്പോൾ ക്വാളിറ്റിയേക്കാൾ മുകളിൽ റിസൾട്ടുകൾ കിട്ടാനായിട്ടൊക്കെ ഉള്ളൊരു ഫാക്ടറായിട്ട് വരുമെന്നുള്ളതാണ്. എന്താണെങ്കിലും ഇവാൻ വന്നാൽ അത് എത്രത്തോളം ഒരു മികച്ചതാകുമോ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യമൊന്നും പറയുന്നില്ല. ഇപ്പം മനോല വന്ന സമയത്ത് പറഞ്ഞല്ലോ വലിയ പ്രതീക്ഷകളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മനോല ഇപ്പോൾ ISL അദ്ദേഹം പറഞ്ഞല്ലോ യങ്സ്റ്റേഴ്സിന് ഉപയോഗിക്കുന്ന രീതിയും റിസൾട്ടുകൾ ഉണ്ടാക്കുന്നതും ഒക്കെ നമുക്കൊരു പോസിറ്റീവ് ഘടകമായിരുന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം ചില കാര്യങ്ങളിലൊക്കെ നയങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതാണ്. അതായത്
പ്രൂവ് ചെയ്ത പ്ലേയേഴ്സിന് മാത്രമേ അവസരമുള്ളൂ. അല്ലാണ്ട് പറഞ്ഞാൽ ഒരു സ്കൗട്ടിങ് ലെവലിലേക്കുള്ള ഒരു തീരുമാനങ്ങളൊന്നും അദ്ദേഹം എടുക്കില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള ഒരു രാജ്യമാണ്. അപ്പം നമുക്ക് ചില പൊസിഷൻസിൽ പ്ലേയേഴ്സിനെ കണ്ടെത്തിക്കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അത് സ്റ്റിമാച്ച് ചെയ്തിട്ടില്ല, പക്ഷേ കോൺസ്റ്റൻറ്റും ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു രീതി ഇദ്ദേഹത്തിൽ നിന്ന്, മനോളയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ വെച്ച് ചില പ്ലേയേഴ്സ് എന്തടിസ്ഥാനത്തിലാണ് എടുക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ആ പ്ലേയേഴ്സ് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രൂവ് ചെയ്യാത്ത പോലും പ്ലേയേഴ്സ് ആണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ടീമിൽ കളിച്ചിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ വെച്ച് അത് എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു കാര്യം, എന്ത് കാരണം വന്നാലും ISL നിന്ന് പുറത്തുനിന്നുള്ള പ്ലേയേഴ്സിനെ എടുക്കുന്നില്ല എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമുക്ക് സ്കോറേഴ്സിൻ്റെയൊക്കെ ഒരു ലഭ്യതക്കുറവ് വന്നപ്പം അങ്ങനത്തെ ഓപ്ഷൻസിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു അനിവാര്യത തന്നെയായിരുന്നു. പക്ഷേ അതിലേക്കൊന്നും ഒരിക്കലും അദ്ദേഹം പോയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എക്സ്പീരിമെൻസ് നടത്താനോ മനോല ആ ഒരു ഡിസിഷൻസിലേക്കൊന്നും പോകാതെ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഫ്രണ്ട്ലി മാച്ചസിലെങ്കിലും ഇപ്പോൾ സ്ട്രൈക്കേഴ്സ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ അവിടെ പോലും അദ്ദേഹം അതിലേക്കൊന്നും മുതിരുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇവാൻ വന്നു കഴിഞ്ഞാലും ISL പോലെ ആയിരിക്കത്തില്ല കാര്യങ്ങൾ. ISL വർക്ക് ചെയ്തതിൻ്റെ ഒരു 10 ഇരട്ടി വർക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു ബെറ്റർ ആയിട്ടുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വരത്തുള്ളൂ. ഇപ്പം പ്ലേയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ മാനേജ്മെൻറ്റ് സ്കില്ല് വളരെ അധികമുള്ളൊരു കോച്ചാണ് ഇദ്ദേഹം എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം അത് ഏത് തരത്തിൽ വരും എന്നുള്ളത്, ഇപ്പം ഞാൻ ISL കാര്യം വെച്ചിട്ട് ഇപ്പോൾ ഒരു കോച്ചിനെയും വിലയിരുത്തുന്നില്ല. മനോല അതിന് ഒരു ഉദാഹരണമായിട്ട് വന്നതുകൊണ്ട് തന്നെ. പിന്നെ സ്കൗട്ടിങ് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റണം. അതായത് ഒരു പ്രോമിസിങ് പ്ലെയർ ആണ്, ടാലൻ്റ് ആണ്, നമുക്ക് അവിടെ ലഭ്യതക്കുറവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ടൈം പോലും നോക്കാതെ അങ്ങനെയൊക്കെ എടുക്കുക എന്ന് പറയുന്നത് പറഞ്ഞാലൊരു ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള ഇന്ത്യ പോലത്തെ ഒരു നേഷന് അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു റിസർവ്സിൽ നിന്ന് സീനിയർ ടീമിലേക്ക് പ്രൊമോട്ടായിട്ട് കൊണ്ടുവരുന്ന പ്ലേയേഴ്സിൻ്റെ ഒരു സാന്നിധ്യം. ഒരുപാട് പേരുകളുണ്ട്, അത് നമുക്കിനി ഓരോ പേരുകളും എടുത്തു പറയേണ്ട ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ Under-23 അതൊരു റിസർവായിട്ട് വെച്ചിട്ട് ആരാണ് നാഷണൽ ടീമിൽ കളിക്കാൻ യോഗ്യൻ എന്നുള്ള ഒരു കാര്യം ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് Under-23 ഉപയോഗിക്കുക. അത് കൃത്യമായിട്ട് മാച്ചസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെയൊക്കെ കോച്ചിന് വർക്ക് ചെയ്യാൻ കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്ത് ആകും എന്നുള്ളതാണ്. എനിവേ പറഞ്ഞല്ലോ, ഒന്നും കൺഫേംഡ് ആയിട്ടില്ല, നമുക്ക് ഇനിയും പല കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. മനോല പോകുന്നുള്ള കാര്യത്തിലുള്ള കൺഫർമേഷൻ വരണം. ഇവാന് മറ്റ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പിക്ക് വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നു. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ സജീവ കമ്പോസിറ്റ്